രഷീദ് മാഷ അടുത്താണ്. പുള്ളിയുടെ കയ്യിൽ ഒരു വെറൈറ്റി അബിയും ഉണ്ട്. ഓക്കെ, അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളോട് വന്നിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ രഷീദ്? നിലവിൽ നമുക്ക് ഒരു 5ഓളം വെറൈറ്റി ഇവിടെ ഉണ്ട്. കായ്ച്ച് നേരത്തെ ഒരു 3-4 വർഷമായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ വർഷം കായ്ച്ചതാണ് നമ്മൾ പുതിയൊരു അബിയു. പേരെന്താ അതിന്റെ? ടിക്കോണ T31. ബ്രസീലാണ്. സീഡ് വന്ന് കളക്ട് ചെയ്ത് നമ്മൾ സ്നേഹിതന് വന്ന് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ കാണുന്ന വ്യത്യസ്തമായ 5 വെറൈറ്റി അബിയുകൾ. ഈ കാണുന്നത് ഏതാണ്? ഇത് US ജയന്റ്. ഇത് നമ്മുടെ വിയറ്റ്നാം ജംബോ. എന്തായാലും ചെറിയ കായാണ് നമ്മൾ എടുത്തത്. ഈ ഇതിൽ നമ്മളെ ഈ പറയുന്ന വെറൈറ്റി ഇതാണ് ടിക്കോണ അല്ലേ? ഇതിലായാലും ഒരു മീഡിയം സൈസ് കായാണിത് അല്ലേ? ഇതില് മരത്തിൽ ഇതിനേക്കാളും കുറച്ച് വലിയ കായുണ്ട്, ചെറുതും എല്ലാം ഉണ്ട്. ഇതൊരു മീഡിയം സൈസ് കായാണ് വരുന്നത്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? കുറെ നമ്മൾ പൊതുവെ അബിയു കഴിക്കുന്നത് കുറവാണ്. ഓഫ് സീസൺ മധുരമാണ് സാധാരണ ഉണ്ടാവുക. പിന്നെ നമുക്ക് അബിയുല് നിലവില് ഇപ്പൊ ഇനത്തില് അബിയു ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് നാട്ടിൽ. അങ്ങനെ ഒരു വലിയൊരു ഹൈപ്പൊന്നും പോപ്പുലറായി സംഭവം ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഈ വർഷം കായ്ച്ചൊരു അബിയുക്ക് ഒരു പുതിയ വെറൈറ്റി സീറ്റ് കൂടുതലുണ്ട്. അത് ആർക്കും വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അബിയു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു പുതുമയുള്ള വെറൈറ്റിയാണ്. നിപ്പിളിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? 4 പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അല്ലേ? ഇതിന് മുന്നേ എല്ലാ കായ്ക്കും ഇതേ മാതിരി തന്നെയല്ലേ വരുന്നത് അല്ലേ? ഇതേ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മള് കൂടുതലുണ്ട് അല്ലേ? അതാണ് ഇതിന്റെ സ്വീറ്റ്നസ്, നല്ല കുറച്ച് ഫ്ലേവറിലും കാലാവസ്ഥയിൽ മഴ നല്ല അടഞ്ഞ മഴയാണ്. മഴ പെയ്തിരിക്കാം. അതെല്ലാം നമ്മളെ ഈ ഒരു പിന്നെ ബാക്കിയുള്ളൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് പൊതുവെ നമ്മൾ അബിയുവിന്റെ റിവ്യൂ ഇതുവരെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കൊരു അബിയുവിന്റെ റിവ്യൂ ചെയ്യാം. അപ്പൊ നമ്മള് റഷീദ് മാഷ് നമ്മളെ വിളിച്ചപ്പോഴേ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ റിവ്യൂവിന് വിളിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടിക്കോണ T31 നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു ലൈറ്റ് ബ്രൗണിഷ് അല്ലേ? ഒരു ചെറിയൊരു ബ്രൗൺ കളർ, ചെറിയൊരു മറ്റേത് ബ്ലാക്ക് ആണ്, ചെറിയൊരു ബ്രൗൺ ബ്ലാക്ക് ആണ്, മറ്റേത് ബ്രൗണിലേക്ക് വരുന്നുണ്ട്. അതാ വെറൈറ്റിയുടെ മാറ്റങ്ങൾ. ഇതിൽ നമുക്ക് പ്യൂർ വൈറ്റ് അല്ല ഇതിൽ വരുന്നത്. വൈറ്റ് അല്ല, അതെ, പ്യൂർ വൈറ്റ് അല്ല, മറ്റേ പ്യൂർ വൈറ്റ് വരിക. പ്യൂർ വൈറ്റ് ആണ് വരിക. ഇത് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വരുന്നു. 16.8 ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 17.8. നോർമൽ അബിയുനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് ഇതിന് കാണുന്നത്. അബിയുന്റെ ടേസ്റ്റും കാര്യമൊക്കെ ഇത് തന്നെയാണ്, പക്ഷെ ഒരു സ്വീറ്റ്നെസ് കൂടുതലുണ്ട്. TSS ചെക്ക് ചെയ്തപ്പോൾ 17.8, 18 അടുത്തൊക്കെ TSS വരുന്നുണ്ട്. ആ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത്. അബിയുന്റെ ഒരു ബേസിക് ടേസ്റ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് അല്ലേ? നമ്മളെ ഇളനീരിന്റെ മധുരം കൂടിയ ഒരു വെർഷൻ. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ ഇതിന് വേറൊരു പേരിട്ടുണ്ട്, ചെറിയൊരു മാംഗോ ഫ്ലേവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ US ജയന്റിന് അല്ലേ? ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, സ്വീറ്റ് മാത്രം നോക്കാം. അതിന്റെ സീഡ് നോക്കി നിങ്ങള്, സിംഗിൾ സീഡ് ചിലത് 2 ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ കായന്റെ വലുപ്പം സീഡ് ഇല്ല, ഒരു നീളമുള്ള സീഡാണ് എപ്പോഴും. സീഡ് വളരെ US ജയന്റ്, അതെ, നല്ലൊരു വെറൈറ്റി ആണ് ശരിക്കും US ജയന്റ്. അത് മാത്രമല്ല കായ്ച്ചതാ US ജയന്റിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ കായ്ച്ച് പൂവും കായൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലാസ്റ്റിലേക്ക് ഒരു മാംഗോ ഫ്ലേവർ വരുന്നുണ്ട്. കഴിച്ചു തുടങ്ങി അവസാനം എത്തുമ്പോൾ ഒരു മാംഗോ ഫ്ലേവർ വരുന്നുണ്ട്. ഇത് അത്ര സ്വീറ്റ് ഇല്ല, നമ്മളെ നേരത്തെ കഴിച്ച ടിക്കോണയുടെ അത്ര സ്വീറ്റ്നെസ് കാണുന്നില്ല. എന്തായാലും ഇല്ല, സ്വീറ്റ്നെസ് കുറവാണ്. അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ടിക്കോണയെ കമ്പയർ ചെയ്ത് ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവില്ല ഒന്നിനും, ഗ്യാരണ്ടിയാണ്. 14.2 US ജയന്റിന് വരുന്നത്. നമുക്ക് അടുത്തൊരു വെറൈറ്റി കൂടെ കട്ട് ചെയ്ത് നോക്കാം. ഇത് ഒരു മാംഗോ ഫ്ലേവർ എന്ന് പറഞ്ഞു ഉണ്ട് അല്ലേ? ഇതേതാ വെറൈറ്റി? ഇത് സാധാ നോർമൽ ഹൈബ്രിഡ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ US ജയന്റും മറ്റും നമ്മൾ അത്യാവശ്യം ബ്രിക്സ് വാല്യൂല് മാറ്റം തന്നെ വരുന്നുണ്ട് സാർ. ഇതിലൊത്തിരി ചെറിയ കേട് വന്നിട്ടുണ്ട് അല്ലേ? പഴുപ്പ് കൂടിയുണ്ട്. ഇത് ഹൈബ്രിഡ്, സാധാ ഹൈബ്രിഡ് വെറൈറ്റി പണ്ടേ അല്ലേ നാട്ടിലുണ്ടായിരുന്ന
ഹൈബ്രിഡ് വെറൈറ്റി ആണ്. 3 സീഡുണ്ട്. 3 സീഡ് ഉണ്ട്. നല്ല ബ്ലാക്ക്, പ്യുവർ ബ്ലാക്ക്. ഇത് ഈ സീഡും നമ്മളെ മറ്റേ സീഡും കൂടെ രണ്ടും കൂടെ വെച്ചു കണ്ടാ. ഇപ്പോഴാണ് അതിന്റെ കളർ മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലാതെ നമുക്ക് അറിയാൻ പറ്റൂല. ഇതിന്റെ സ്വീറ്റ്നെസ് ഒന്ന് നമുക്ക് നോക്കാം. 13.6 ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ 12 പോയിന്റ്. അപ്പോൾ ആ ഒരു ഇത് കുറവുണ്ട് സംഭവം. ഒരു 13 റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത്. ടേസ്റ്റോ ഏറ്റവും എനിക്ക് ടേസ്റ്റ് ചെയ്തത് ടിക്കോണ T31 ആണ്. ആ സ്വീറ്റ്നെസിന്റെ ആ ഒരു അപ്പർ ഹാൻഡ് അതിനുണ്ട്. അപ്പർ ഹാൻഡ് ടേസ്റ്റ് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് 17.8 18ന്റെ അടുത്ത് 18ന്റെ അടുത്ത് ബ്രിക്സ് വാല്യൂ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു മാമ്പഴത്തിന്റെ ഒക്കെ ഒരു ബ്രിക്സ് വാല്യൂ അതിന് വരുന്നുണ്ട്. ശരിക്കും തീരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം വളരെ വ്യത്യാസമുണ്ട്. നാളെ എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. അല്ല അതിനൊരു ഇവിടെ ആകെ അല്ല അത് ഞങ്ങൾ പറഞ്ഞല്ല, മെഷീൻ പറഞ്ഞതാണ്. നമുക്ക് മാറ്റി പറയാനും പറ്റൂല. അതാണ് അതിന്റെ ബ്രിക്സ് വാല്യൂ. പിന്നെ അല്ല ഈ അബ്യൂന്റെ ടേസ്റ്റ് നോട്ട്സ്, ടെൻഡർ കോക്കനട്ട്, സ്വീറ്റ്നെസ്, ഒരു സ്മോക്കി അല്ലേ? ഇപ്പൊ നമ്മുടെ തായ്ലാൻഡിലൊക്കെ സ്മോക്ക് ചെയ്ത ടെൻഡർ കോക്കനട്ട് വരും. പിന്നെ വേറൊന്നുണ്ട്, വേനൽക്കാലത്ത് കുറച്ചുകൂടി സ്വീറ്റ് കൂടും. വേനൽക്കാലത്ത് സ്വീറ്റ് കൂടും. ഞാൻ ആലോചിക്കണതല്ല, ഇത് വേനൽക്കാലത്ത് സ്വീറ്റ് കൂടിയാണ്. തിക്കോണം എന്തായിരിക്കും മിക്കവാറും അതിലും സ്വീറ്റ് കൂടാൻ സാധ്യത. വേനലാകുമ്പോ എല്ലാ ഇതിപ്പോ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പറിച്ചതിനേക്കാൾ സ്വീറ്റ് ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ ഈ സമയത്ത് പറിച്ചതുകൊണ്ടാണ് സ്വീറ്റ് കുറച്ച് കുറവ്. സ്വീറ്റ് കുറഞ്ഞത് വേനലാകുമ്പോ എന്തായാലും എല്ലാ 15 എന്തായാലും എത്തും, സ്വീറ്റ് കൂടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതെ. ഈ അബ്യൂവിന്റെ നമ്മുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ടെൻഡർ കോക്കനട്ട്, സ്വീറ്റ്നെസ്സും അതാണ് മെയിൻ ആയിട്ട്. സ്വീറ്റ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയേണ്ടത്. സ്വീറ്റ്നെസ് കുറവുള്ളതാണ് അബിന് പൊതുവേ ഒരു ആളുകൾ. പക്ഷെ പിന്നെ അതൊരു ഭംഗി കൊണ്ടാണ് പിന്നെ ആളുകൾ പിന്നെ ഓഫ് സീസൺ. പക്ഷെ ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. അത് അബ്യൂവിന്റെ നോർമൽ ടേസ്റ്റ് ആണ്. അത് ഇഷ്ടപ്പെടാത്തവർ പിന്നെ അബ്യൂ ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലാതെ വേറെ ഒന്നും അതില്ല. അത് അതിന് ദൈവം കൊടുത്ത നേച്ചറാണ്. അങ്ങനെയാണ് അതിന്റെ നേച്ചർ വരുന്നത്. പിന്നെ കറ അത് സപ്പോർട്ട പിന്നെ നമ്മൾ തണുപ്പിച്ച് കഴിക്കുക. പ്രോപ്പർ പഴുപ്പിൽ ജ്യൂസ് അടിക്കട്ടോ. ജ്യൂസ് അടിക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ബാംഗ്ലൂരൊക്കെ പിന്നെ ഇപ്പൊ ഇതൊക്കെ കൂൾബാറിൽ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്, പാല് കൂട്ടി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലുലുമാളിലൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ പ്രൊഡക്ഷൻ ആൾക്കാരുടെ അടുത്ത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു ബിസിനസിന് സാധ്യതയുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അവിടെ ജ്യൂസ് അടിക്കുക അല്ലേ? 2 ദിവസം മാക്സിമം 3 ദിവസം കുറച്ച് 2-3 ദിവസം കൊണ്ട് നമ്മൾ എടുത്തു പോകണം. 2-3 ദിവസം കൊണ്ട് നമ്മൾ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഷെൽഫ് ലൈഫ് കുറവുണ്ട്. ഇനിയിപ്പോ ഇനിയുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതാണ് Z2 എല്ലാം ടെസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ ഓവറായി തോന്നുന്നുണ്ട്. ഓവർ കഴിഞ്ഞാൽ അതിന് സാധനം ഒന്നിനും പറ്റില്ല. പഴുപ്പ് ഓവറായാല് അബ്യൂ ഒന്നിനും ഇങ്ങനാണ്. ഇത് പഴുപ്പ് ഓവറായി കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യണ്ട. കാണുന്ന അല്ലെ പഴുപ്പ് ഓവർ ചെയ്യുമ്പോൾ അതിൽ സ്വീറ്റ്നെസ്സിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഒന്ന് കുറച്ച് ഒഴിച്ച് 13 അങ്ങനെ 13.3 ഇതാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ആവറേജ് TSS എന്ന് പറയുന്നത് തന്നെ ഒരു അല്ലേ 13 നമുക്ക് കൺസിഡർ ചെയ്യാം. അതെ അല്ലേ? അബ്യൂവിൻ്റെ ഒരു ആവറേജ് TSS ഒരു 13 റേഞ്ചിൽ. ടിക്കോണൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളൂ. 17.8 അത് നമുക്ക് കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ രസമുണ്ട് അബ്യൂ കഴിക്കാൻ. പിന്നെ ഇത് ഈ പറയുന്നത് ഇത് നമ്മുടെ തായ്വാൻ. ഇത് നമ്മൾ കട്ട് ചെയ്തോ? ഇല്ല, ഇത് തായ്വാൻ ജയന്റ് അല്ലേ? അതെ, ജയന്റ് ഭാഗത്ത് പെട്ട വളരെ സ്മൂത്താണ്. ഇതാണ് സ്മൂത്താണ്. ഇതൊക്കെ നമ്മള് മറ്റേ US ജെയിന്റ്, അതപ്പം ജെയിന്റ് വർഗത്തിൽപ്പെട്ടതായ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇത് നല്ലൊരു പാകം സൈസാണ് അല്ലേ? ഇത്രയെങ്കിലും ഒരു സൈസിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കറക്റ്റ് പഴുപ്പുമാണ്. ഇതൊക്കെ കുറവാണ്. എങ്ങനെയുണ്ട് തായ്വാൻ? സ്മോക്കി ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിനല്ലേ? അതെ, ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഉണ്ട് ചെറിയ രീതിയിൽ. അല്ല അതൊരു ഫ്രൂട്ടിന്റെ നേച്ചറാണ്. അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ല എനിക്ക് തോന്നുന്നത് സെയിം സ്വീറ്റ്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുട്ടോ. ഇത് മിക്കവാറും ഒരു 13 അത് 14.4 കുറച്ചൊരു അധികമുണ്ട്. 14.4 US ജെയിന്റ് ഒന്നും കട്ട് ചെയ്യണം. US ജെയിന്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അബ്യൂ എന്താണ് അഖിൽ ഭായ്? അബ്യൂവിനെ കുറിച്ചൊരു ഓവറോൾ ഔട്ട്ലൈൻ എന്താണ്?
കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ടാണ്. നമുക്ക് ഓഫ് സീസണിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ദ നെഗറ്റീവ് ഓഫ് അബിയു? നമുക്ക് ആദ്യം പറയാം. നെഗറ്റീവ് ആ സ്മോക്കി ടേസ്റ്റ് ആണ്. സ്മോക്കി ടേസ്റ്റ്, ലാറ്റക്സും. ലാറ്റക്സും അത് അതിന്റെ അബിയൂന്റെ നെഗറ്റീവ് തന്നെയാണ്. അത് അബിയൂനുള്ളതാണ്. അതെല്ലാ അബിയൂനുള്ള അബിയൂനും ഉണ്ട്. അത് കറക്റ്റ് പാകത്തിൽ പറിച്ചെടുത്ത് കഴിക്കാം. ഇല്ല, അതെ. ഇനിയിപ്പോൾ അത് ആരും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആദ്യം തലക്കൊന്ന് കൊടുക്കുക. അതെ, അബിയൂന്റെ ഒരു നേച്ചറാണ്. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് എന്താണ്? പോസിറ്റീവ് ഒരു കോക്കനട്ട് ഫ്ലേവർ വരുന്നുണ്ട്. ഞാൻ കരുതുന്ന ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവ് ഇതിന്റെ ഓഫ് സീസൺ ആണ്. ഓഫ് സീസൺ ഒബ്വിയസ്ലി ഓഫ് സീസൺ ആണ്. ഡിസംബറിൽ ഒരു പഴവും ഇടില്ല. ഈ സപ്പോട്ട, ഈ അബിയു, ഈ ഫാമിലി വരുന്ന അങ്ങനത്തെ 1-2 ആളുകളേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓൾ സീസൺ അല്ലേ. പിന്നെ ഇതിന്റെ ഫ്ലേവർ നമുക്ക് പറയുകയാണെങ്കിൽ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണല്ലോ അതിന് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാം. ഒന്ന് തണിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഐസ്ക്രീം രസമുണ്ടാവും. ഭയങ്കര ഹെൽത്തിയാണ്. പിള്ളേരെ പറ്റിക്കാൻ പറ്റും ഈ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. കോരി കഴിക്കാം. കളർ അട്രാക്റ്റീവ് കളറാണ്. നമുക്ക് എടുത്ത് വെക്കാൻ പെട്ടെന്ന് മാറ്റാൻ പറ്റും. സീഡ് എടുത്താൽ ഒരു എന്താ പറയുക, ഒരു ഐസ്ക്രീം പോലെ എടുത്ത് കഴിക്കാൻ പറ്റും. അട്രാക്റ്റീവ് കളറാണ്. ഒരു ഓർണമെന്റൽ അല്ലേ, യെല്ലോയിഷ് കളർ. നമ്മൾ നമുക്ക് ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അല്ലേ. അതിന്റെ ചോട്ടിലാണ് അത് കാണുമ്പോൾ ഒരു അബിയു കായ്ച്ചു കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്താണ്. എന്തൊക്കെ പറഞ്ഞാലും ചന്തക്കാരൻ തന്നെയാണ്. നല്ലൊരു തണൽമരാണ്. ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ്നെസ് അബിയലുണ്ട്. ഞാൻ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് കാണുന്നത് ഇതിന്റെ ഈ പറയുന്ന ഓഫ് സീസൺ എബിലിറ്റിയാണ്. ഓഫ് സീസൺ ഇത്രയും വലിയ പഴം, നമുക്ക് ജബോട്ടിക്കാബ ഉണ്ട്, ലൂമിച്ചാമ കഴിക്കുന്നുണ്ട്. പക്ഷെ വലിയ പഴങ്ങളിൽ ഇത്രയും വലിയ പഴം 1 കിലോയിലൊക്കെ ചില അബിയു 1 കിലോയുടെ മുകളിൽ വരുന്നുണ്ട്. ഈ ഒരു സീസണിൽ അതൊരു ബിഗ് പോസിറ്റീവ് ആണ് അബിയു. നമുക്ക് ഇവര് ഈ കണ്ട ടിക്കോണ T31 എന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. റഷീദ് മാഷിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ പല ഫ്രൂട്ടുകളും വളർത്തുന്ന ഒരാളാണ്, അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ആളാണ്. എന്താണ് നിങ്ങൾ ഒരു അബിയുവിനെ കുറിച്ചുള്ള ഒരു? ഒന്ന്, നമ്മൾ അബിയു യഥാർത്ഥത്തിൽ ആമസോൺ കാടുകളിൽ, അമേരിക്കൻ ആമസോൺ കാടുകളിൽ, സൗത്ത് അമേരിക്ക, അതായത് ആമസോൺ കാടുകളിലാണ് ഇവിടെയുള്ള പല പുതിയ ഫ്രൂട്ട്സുകളും നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ വളർന്നു വന്ന ഒന്നാണ് ഈ അബിയു, സപ്പോർട്ടില്ല ഫാമിലിയിൽ. പിന്നീട് അത് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ സുലഭമായി വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള ഓരോ ഫ്രൂട്ട്സുകൾ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമാണ്. ഇപ്പം റംബുട്ടാനാണെങ്കിലും ലോങ്ങനാണെങ്കിലും ഇതെല്ലാം നമ്മുടെ കേരളം ശരിക്കും ഇപ്പം ഇത് വിദേശ പഴത്തിൻ്റെ ഒരു മേഖലയായി. ഇതുവരെ സത്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റോ മറ്റുള്ളവർ പോലും ശ്രദ്ധിക്കാത്തൊരു മേഖല. ഇങ്ങനെയുള്ള പല വ്യക്തികളും നമ്മുടെ പോലുള്ള ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇതൊരു വലിയൊരു ഹൈപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് സംഭാവനയുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു. ഇന്നലെ വരെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരെ സ്റ്റുഡൻസ് വരെ ഇവിടെ വന്ന് എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവർ വന്നിട്ട് ഇപ്പൊ ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. ഓരോ അബിയുവിന്റെ സീസൺ എങ്ങനെയാണ്, അബിയു അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ, അതിന്റെ ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇതിന്റെ വൈറ്റമിൻ വാല്യൂ ഒക്കെ ചോദിച്ചപ്പോൾ അവൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കഴിക്കാനും വെക്കാനും പറ്റിയ ഒന്നാണ്. പിന്നെ ഇത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ നമുക്ക് ആർക്കും ഒരു സീഡ് കുഴിച്ചിട്ടുണ്ടാവും. ഇത് ഒരു ഡിമാൻഡുള്ള ഒരു ചെടിയല്ല. കാരണം ഇപ്പൊ നേരത്തെ ഞങ്ങളൊക്കെ വാങ്ങിയെന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പൊ ഒരുപാട് കുറഞ്ഞു. ഇപ്പൊ എല്ലാ വീട്ടിലും കിട്ടും, വളരെ സുലഭമായി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നിലവിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ അടുത്ത് വന്നപ്പോൾ കഴിഞ്ഞ ഇന്നലകളിലായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ വർഷം കായ്ച്ച ഒരു വെറൈറ്റി വളരെ സ്വീറ്റ് അനുഭവപ്പെട്ടപ്പോൾ നമ്മളത് ബ്രിക്സ് മീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരു 3 to 4 ബ്രിക്സ് വാല്യൂ അതിന് അധികം കാണുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും 18 വാല്യൂ അധികം കാണുന്നുണ്ട്. അത് ആർക്കും വന്ന് ടെസ്റ്റ് ചെയ്താലും കിട്ടും. പിന്നെ വേനൽക്കാലത്ത് ഒന്നും കൂടെ മധുരം കൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ മഴക്കാല പഴമായിട്ടാണ് നമുക്ക് ഇവിടെ അബിയുവിനെ കാണുന്നത് പോലും. കാരണം നമുക്ക് ഈ സീസണിലാണ് പഴം കിട്ടേണ്ടത്. വേനൽക്കാലത്ത് നമുക്ക് ഒത്തിരി പഴങ്ങൾ വേറെ ഉണ്ട് അല്ലേ. ഈ ഒരു സീസണിൽ ഇത് ഭയങ്കര ഒരു അപ്പർ ഹാൻഡ് അബിയുനുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും സാധനം ഇഷ്ടമായിരിക്കും ചെയ്യും ഈ ഒരു അല്ലേ. അപ്പോൾ അബിയു ഒരു തൈക്ക് ഒരു സാധാരണക്കാരൻ വീട്ടിൽ ധൈര്യമായിട്ട് വെക്കാം. അധികം വാണിജ്യാടിസ്ഥാനത്തിലൊന്നും ചെയ്യാൻ അത്ര അനുയോജ്യമല്ല. കാരണം ഇത് ഉണ്ടായി പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കണം. പിന്നെ മരത്തിൽ തന്നെ പഴുക്കണം. സ്വന്തമായിട്ട് ജ്യൂസ് ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റും. അല്ലെങ്കിൽ അടുത്ത് ഇതേമാതിരി പഴങ്ങൾ കൊടുത്താൽ നല്ല വില കൊടുത്ത് വാങ്ങണവർക്കും ചെയ്യാൻ പറ്റും. അല്ലാത്ത രീതിയിലുള്ള വാണിജ്യ സാധ്യതകൾ ഇതിന് ഉണ്ടാവില്ല അല്ലേ. പിന്നെ തായ്ലൻഡ് പോലെ നമ്മൾ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അതാ ദിവസം പറിച്ചു കൊണ്ടുവച്ചാൽ അങ്ങനെയൊക്കെ പൈസ ആക്കാനൊക്കെ അങ്ങനെ കേരളത്തിന് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ അങ്ങനെ തന്നെ. പിന്നെ 10-15 ദിവസം ഒന്നും വെക്കാൻ പറ്റൂല എന്നുള്ളൊരു നെഗറ്റീവ് ഇതിനുണ്ട്.
ഓക്കെ, നല്ലൊരു ഓഫ് സീസൺ പഴമാണ്. വീട്ടിലേക്ക് ഒന്നോ രണ്ടോ തൈകളൊക്കെ വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ അബിയെ കുറിച്ചുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.